നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്താണ് വോൾസിൽ നടക്കുന്നത്? വല്ലാത്ത രൂപത്തിൽ അവരുടെ താരങ്ങൾ വയലൻ്റ് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഇപ്പോൾ വോൾസും ഇപ്സ്വിച്ച് ടൗണും തമ്മിലുള്ള മത്സരം 1-2 ഇപ്സ്വിച്ച് ടൗൺ വിജയിച്ചു. ആ കളിയുടെ അവസാന ഘട്ടത്തിൽ ജാക്ക് ടൈലർ നേടിയ ഗോളാണ് ഇപ്സ്വിച്ച് ടൗണിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഏതായാലും റയാൻ എയ്റ്റ്നോഴിക്ക് റെഡ് കാർഡ് കിട്ടി. അദ്ദേഹത്തിനത് സഹിച്ചില്ല, ആകെ പ്രശ്നമാക്കി. കളിക്കളം വിട്ടു പോകാതെ അദ്ദേഹം എല്ലാവരെയും ഇടിച്ചിടാനുള്ളൊരു ആയിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ പിടിച്ച് ഒരു വിധത്തിൽ പുറത്തേക്ക് കൊണ്ടുപോയി അവരുടെ താരം ക്രൈഗ് ഡോസൺ. എന്നാൽ കഴിഞ്ഞില്ല. കളി കഴിഞ്ഞിട്ട് മാത്യൂസ് കുഞ്ഞ കളിയിൽ ഗോളടിച്ച കളിക്കാരനാണ്, മികച്ച ഫോമിൽ ഇപ്പോൾ കളിക്കുന്ന പ്ലെയറാണ്. ആ മാത്യൂസ് കുഞ്ഞയാണ് ഇപ്സ്വിച്ച് ടൗണിൻ്റെ ഒരു അസിസ്റ്റൻ്റ് കോച്ചിനെ പോയി ആക്രമിക്കുന്നത്. വല്ലാത്ത വയലൻ്റായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്. കൈമുട്ടുകൊണ്ട് ഇടിക്കുന്നു, തലക്ക് പോരാത്തതിന് മുഖത്ത് പിടിച്ച് ഇങ്ങനെ പുഷ് ചെയ്യുകയാണ്, അയാളുടെ ഗ്ലാസ് പോകുന്നു. അങ്ങനെ ആ രൂപത്തിൽ വയലൻ്റ് കണ്ടക്റ്റാണ് മാത്യൂസ് കുഞ്ഞ നടത്തുന്നത്. ബാൻ വന്നേക്കും എന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഫറിങ് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. അവരുടെ സ്റ്റാഫിനെ ആ രൂപത്തിൽ കയ്യേറ്റം ചെയ്തതിന് മാത്യൂസ് കുഞ്ഞയ്ക്കെതിരെ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ നടപടിയെടുത്തേക്കും. അദ്ദേഹത്തിന് ബാൻ വരാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ഇത്തരത്തിലുള്ള വയലൻ്റ് കണ്ടക്റ്റുകൾ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. എന്താണിപ്പോൾ വോൾസിൽ സംഭവിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരാധകർ വലിയ അത്ഭുതത്തോടു കൂടി ഉറ്റുനോക്കുന്നതാണ്. ഇതിപ്പം സെക്കൻഡ് ഗെയിമിലാണ് ഇനി അവരുടെ താരങ്ങൾക്ക് ആ ഒരു കൂൾ ഹെഡ് നഷ്ടപ്പെടുന്നത്, ഗ്രൗണ്ടിൽ വെച്ച് ഇത്തരത്തിൽ പെരുമാറുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ അവരുടെ ഫോർമർ ക്യാപ്റ്റൻ മാരിയോ ലെമിന ഇതേ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. വെസ്റ്റ് ഹാമിൻ്റെ ക്യാപ്റ്റൻ ജെറാർഡ് ബവനുമായിട്ട് ഫൈനൽ വിസിലിന് ശേഷം പ്രശ്നങ്ങളുണ്ടാക്കി. ഒടുവിൽ ടീംമേറ്റ്സാണ് അദ്ദേഹത്തെ കൂളാക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോഴും അദ്ദേഹം ആ സിറ്റുവേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ അസിസ്റ്റൻ്റ് കോച്ച് ഷോൺ ഡെറിയുമായിട്ട് അദ്ദേഹം ക്ലാഷിൽ ഏർപ്പെട്ടു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി സ്ട്രിപ്പ്ഡ് ഓഫ് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അതിൻ്റെ ഒരു തുടർച്ച ഈ ആഴ്ചയിലും സംഭവിക്കുന്നു. എന്താണിപ്പോൾ വോൾസിൽ നടക്കുന്നത്? ഫുട്ബോൾ ക്ലബ്ബല്ല, അത് മാറി ഇനിയിപ്പോൾ വല്ല ഇടി ക്ലബ്ബായിട്ട് മാറുകയാണോ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് അറിയാത്തത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.